Watch India's largest kids library only on Jio Hotstar. Download the app now. പത്ലു വാക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് സമോസ കഴിച്ചിട്ട് പോവാം കേട്ടോ. അതൊക്കെ എനിക്ക് അറിയാം മോട്ടോ. ഹെൽത്ത് നന്നായിട്ട് വെക്കാനാണോ രാവിലെ വാക്കിംഗ് പോകുന്നത്, അതോ രാവിലെ പോയിട്ട് സമോസകൾ കഴിക്കാനാണോ എന്നുള്ളത് എനിക്ക് അറിയാം. എടോ ആരാടോ കാലത്ത് തന്നെ എന്റെ മേത്ത് ചപ്പൻ ചവറിടുന്നത്? തനിക്കെന്താ മുഖത്ത് കണ്ണില്ലേ ഇങ്ങനെ ചപ്പൻ ചവറിടാൻ? റോട്ടിൽ കൂടെ ആരൊക്കെ വരുന്നുണ്ട് പോകുന്നുണ്ടെന്ന് തനിക്കൊന്ന് നോക്കിക്കൂടെ? ഞാൻ റോട്ടിലേക്കല്ലേ ചവറുകൾ ഇട്ടത്, അതിന് നിങ്ങൾക്ക് എന്താ? നിങ്ങൾ പെട്ടെന്ന് വന്നതിന് ചപ്പ് ചവറുകൾ എന്താ ബ്രേക്ക് ഇട്ട് നിക്കണമെന്നാണോ? നീ റോട്ടിൽ നോക്കുവാണോ അതോ മേളിലോട്ട് നോക്കുവാണോ? ചവറ് മുഴുവൻ എന്റെ തലയിലോട്ടാണല്ലോ ഇട്ടത്. അങ്ങനെയാണോ? എന്നാൽ അനുഭവിച്ചോ. രാവിലെ വന്നോളൂ മനുഷ്യന്റെ മനസ്സമാധാനം കെടുത്താനായിട്ട്. ഇതെന്താ ഇത്? ചെയ്യുന്നതും ചെയ്തിട്ട് അവസാനം നമ്മളെയാണല്ലോ കുറ്റം പറയുന്നത്. ഓഹോ, എന്ത് പറ്റി ഈ ഫുർഫുറി നഗരത്തിന്? ജനങ്ങൾക്കൊന്നും യാതൊരു വൃത്തിയല്ലല്ലോ ഇപ്പൊ ഇവിടെ. പത്ലു, നമുക്ക് ഒരുമിച്ച് ഈ ഫുർഫുറി നഗരം മുഴുവൻ ഉടൻ തന്നെ വൃത്തിയാക്കണം. അതും നമ്മൾ തനിച്ച്. ഓക്കേ മോട്ടു, നല്ല കാര്യമാണ്. നീ പറയാണെങ്കിൽ ഞാൻ ഇതിന് നിന്റെ കൂടെ തന്നെ നിൽക്കാം. ഇത് നമ്മുടെ നഗരമാണ്. ഇതിനെ സ്വച്ഛമായി വെക്കുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. കൊള്ളാം പത്ലു, കൊള്ളാം കൊള്ളാം. എങ്കിൽ പിന്നെ വരൂ, ആലോചിച്ച് സമയം കളയാതെ നമുക്ക് കാര്യങ്ങൾ തുടങ്ങാമേ. ഷീല, മീന, നിങ്ങളുടെ വീട്ടിലെ ചവറുകളെല്ലാം താഴേക്ക് വേഗം എടുത്തിടൂ. ചവറ് പറക്കുന്നവർ വന്നിട്ടുണ്ട്, വേഗം ആയിക്കോട്ടെ. അതെ, ആരാ ഇവിടെ വേസ്റ്റ് ഇട്ടത്? അതെ, നിങ്ങളുടെ വീട്ടിലൊന്നും ഡസ്റ്റ്ബിൻ ഇല്ലേ? നിങ്ങൾ രണ്ടുപേരും ചവറ് പെറുക്കാൻ വന്നവരല്ലേ? ഇതാ, ഈ ചവറ് കൂടി എടുത്തോളൂ. ചവറ് പെറുക്കാനൊക്കെ വന്നിട്ട് ഇപ്പൊ എന്തായി? എന്താ നിങ്ങൾ ചവറ് പെറുക്കുന്നില്ലേ? ആഹാ, ചെയ്യും ചെയ്യും. ഫുർഫുറി നഗരം മനോഹരമായ ഒരു നഗരമായി മാറുന്നത് വരെ ഞങ്ങൾ ചെയ്യും, ഉറപ്പായിട്ടും ചെയ്യും. അതെ, നിങ്ങളൊക്കെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരോടും പറഞ്ഞു മനസ്സിലാക്ക്, വേസ്റ്റ് ഇടുന്നത് ഡസ്റ്റ്ബിനിലാണെന്ന്. വേസ്റ്റ് ഇതുപോലെ റോട്ടിൽ ഒരിക്കലും ഇടരുത്, മനസ്സിലായോ? അതെ ഓട്ടോപത്തിലു, ഇപ്പൊ എങ്ങനെയുണ്ട്? ഇനി വല്ല നിങ്ങക്ക് മനസ്സിലാക്കാൻ ബാക്കിയുണ്ടോ, അതോ നിങ്ങൾ ഇവിടുന്ന് പോകുന്നോ? ആഹാ, പൊയ്ക്കോളാം പൊയ്ക്കോളാം. മോട്ടു, നമ്മൾ ചെയ്യാൻ തുടങ്ങിയ ജോലി വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. എന്താ ചെയ്യാ ഇപ്പോ? ഈ മൃഗങ്ങൾ പോലും നമ്മളെ സഹായിക്കുന്നില്ല, കണ്ടില്ലേ? പത്ലു, നമ്മൾ ഈ ചെയ്യുന്ന ജോലിക്ക് എന്ത് തന്നെ തടസ്സം വന്നാലും ശരി, ആരും നമ്മളെ സഹായിച്ചില്ലെങ്കിലും ശരി, നമ്മൾ ഇതിൽ നിന്നും പിന്തിരിയാൻ പാടില്ല. ഈ ഫുർഫുറി നഗരം മനോഹര നഗരമാക്കി മാറ്റിയേ പറ്റൂ. നമുക്കതിന് പറ്റും, നമ്മൾ ചെയ്തിരിക്കും. പരിശ്രമിക്കുന്നവർക്ക് ഒരിക്കലും പരാജയം ഉണ്ടാവില്ല. വളരെ ശരിയാണ്. ഈ നല്ല കാര്യത്തിന് വേണ്ടി നമുക്ക് ചിങ്കം സാർ, ഘസീട്ട റാം, പിന്നെ നമ്മുടെ ഡോക്ടർ ഛട്കയും കൂടെ വിളിക്കാം. എന്താ, ശരിയല്ലേ? ശരി പത്ലു. ഹലോ ചിങ്കം സാർ. ചേട്ടാ മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, ഈ കാര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാം. അതെ, തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് ഞാൻ കാറിൽ പറന്നു വന്നത്. താങ്ക് യു വല്ലേട്ടാ, താങ്ക് യു. ഞങ്ങൾ ഈ കാണുന്ന ചപ്പും ചവറും ഒക്കെ വലിയൊരു ഡസ്റ്റ്ബിന്നിൽ ഇടാൻ പോവാണ്. വരൂ, നമുക്ക് തുടങ്ങിക്കളയാം. പൊളിച്ചടത്തല്ല, ഈ ഡോഗീസിനെ കാണുമ്പോ ഈ ചവറൊക്കെ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വേണ്ട, എന്നെ വിട്ടേക്ക് മമ്മി. ഘസീട്ടാറാം, ഇത്രയും ധൈര്യമുള്ള മീശ വെച്ച പുരുഷന്മാരായ നമ്മളൊക്കെ ഈ ഡോഗീസിനെ കൊണ്ട് പേടിക്കാന്ന് വെച്ചാ ഇപ്പൊ തന്നെ ഞാൻ അതിനെ ഇവിടുന്ന് പറഞ്ഞു വിടാം. ഡോഗി, പൊയ്ക്കോ പൊയ്ക്കോ, ഇവിടുന്ന് പൊയ്ക്കോ. ഞങ്ങൾ ഇവിടെ ഒക്കെ വൃത്തിയായിക്കൊണ്ടിരിക്കുക. പൊയ്ക്കോ പൊയ്ക്കോ. കണ്ടില്ലേ, എല്ലാ ഡോഗീസും പേടിച്ചോണ്ട് പോയത്. നല്ലോണം നോക്ക്. മമ്മി, ഡാഡി, കടിക്കല്ലേ പ്ലീസ്.
സ്റ്റാച്ചു. ഇതാ കണ്ടോ, നിങ്ങളുടെ മമ്മി നിങ്ങളെ വിളിക്കുന്നുണ്ട്. വിട്ടോ. എന്താണ് പ്രശ്നം മോട്ടു? കേൾക്കാൻ പറ്റി നിങ്ങൾ കാലത്ത് മുതൽ ശുദ്ധീകരണത്തിന്റെ ഒരു മോഡിലായിരുന്നത്, ശരിയാണോ? ഫുർഫുറി നഗർ ക്ലീൻ ആയേ പറ്റൂ. അതേന്ന്. ഓ ആ ആ. ഏയ് എന്താ ചെയ്തോണ്ടിരിക്കണേ? ഇതെന്റെ കടയാണ്. നിങ്ങൾ വിചാരിക്കണ പോലെ ഡസ്റ്റ്ബിൻ അല്ല. ചേട്ടാ എന്റെ ചങ്കേന്റെ ബ്രോ, ഇതെന്താ എന്റെ കാറിനെ ഇങ്ങനെ ആക്കിയത്? അതെ, മോട്ടുവാണ് പറഞ്ഞത് ഇവിടെ മൊത്തം ക്ലീൻ ചെയ്യാൻ, ഇവിടെ മൊത്തം വൃത്തിയാക്കാൻ. അതുകൊണ്ട് ഞങ്ങളുടെ വീടെല്ലാം ക്ലീൻ ചെയ്തിട്ട് ചവറ് മൊത്തം നിങ്ങളുടെ കാറിൽ ഇട്ടിരിക്കുകയാണ്. അല്ലാതെ വേറൊന്നും ഞങ്ങൾ ചെയ്തില്ല. ഞങ്ങൾ ഞങ്ങളുടെ ജോലിയെല്ലാം പൂർത്തിയാക്കി. ഇനി നിങ്ങൾ ഈ ചവറുകളെല്ലാം എവിടെ വേണ്ടെങ്കിലും കൊണ്ടുകളയും. ഓ എന്റെ മോട്ടു പത്ലു, എന്റെ കടയുടെ മുമ്പിൽ നിന്ന് ഈ ചപ്പൻ ചവറ് ഉടനെ ക്ലീൻ ചെയ്തോണം. അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും മേലാൽ എന്റെ കടയിലേക്ക് പിന്നീട് കയറിയേക്കരുത്. പറഞ്ഞേക്കാം. എന്റെ ചായക്കട ചേട്ടാ, ഇപ്പോഴല്ലേ നിങ്ങൾ പറഞ്ഞു നിർത്തിയുള്ളൂ ഫുർഫുറി നഗരം മുഴുവൻ നല്ലപോലെ വൃത്തിയാക്കണമെന്ന്? അപ്പോഴത്തേക്ക് നിങ്ങൾ മറന്നുപോയോ? ആഹാ, അത് ശരി. എന്ന് വെച്ചാ എന്റെ കടയുടെ മുമ്പിൽ ഫുർഫുറി നഗറിൽ എല്ലാ ചപ്പൻ ചവറും ഇവിടെ ഇടണമെന്നോ? ഇത് വൃത്തിയാക്കണോ ഇല്ലയോ? വൃത്തിയായിക്കോളാം. ചേട്ടാ എന്റെ ചങ്കേന്റെ ബ്രോ, നിങ്ങൾ എന്തായി ചെയ്തുകൊണ്ടിരിക്കുന്നത്? വേണ്ട വേണ്ട, ഞാൻ ആ ചവറിൽ പോയി ഇരിക്കില്ല. വേണ്ട, എന്നെ വിട്ടേക്ക്. നിങ്ങൾ ഇരിക്കണല്ലേട്ടാ, എന്നിട്ട് വണ്ടി എടുക്ക്. ഹലോ, ഇത് മോട്ടു ആണോ? ഹലോ മോട്ടു, എന്റെ മോട്ടു, ഫുർഫുറി നഗർ ബാങ്കിന്റെ മുമ്പിൽ ഒരു കൂന ചപ്പൻ ചവറ് കിടപ്പുണ്ട്. ഇപ്പൊ തന്നെ വരാന്നേ. അതെ പത്ലു, മാർക്കറ്റിന്റെ സൈഡിലിട്ടിരിക്കുന്ന ചവറ് കാരണം ഭയങ്കര നാറ്റമാണ് ഇവിടെ. നിങ്ങൾ വരണം, വന്ന് എത്രയും പെട്ടെന്ന് അത് വാരിക്കൊണ്ട് പോകണം. ഞങ്ങൾ ഇതാ എത്തി. നിർത്തൂ. എന്തൊക്കെയുണ്ട് മോട്ടോ പത്ലു? നല്ല ക്ഷീണം ഉണ്ടാവുമെന്ന് തോന്നുന്നു. അതേ വലിയേട്ടാ, ഞങ്ങളൊക്കെ തളർന്നിരിക്കുകയാണ്. കാരണം ഞങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അതിൽ നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? അതെ, എനിക്കിതിൽ യാതൊരു പ്രശ്നവുമില്ല. നിങ്ങളാണ് ആവശ്യമില്ലാതെ ഈ പണിക്ക് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഒരൊറ്റ ആളെ കൊണ്ട് ഇതെല്ലാം ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? മതി, ഒരുപാടായി. ഞങ്ങൾ 5 പേരും ഈ ഫുർഫുറി നഗരം മുഴുവൻ വൃത്തിയാക്കുവാൻ വേണ്ടിയാണ് ഇത്രയും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നിങ്ങളിൽ ഒരാൾക്ക് പോലും ഞങ്ങൾ ചെയ്തത് ഇഷ്ടപ്പെട്ടില്ല അല്ലേ? നാണമില്ല നിങ്ങൾക്ക്? ദയവ് കാണിക്കൂ. നിങ്ങൾക്ക് ഞങ്ങളെ സഹായിക്കാൻ പറ്റിയില്ലെങ്കിൽ ചെല്ല്. എല്ലാവരും അവരവരുടെ വീട്ടിൽ പോയി ഇരിക്കേ. ചേട്ടാ മോട്ടു, എന്റെ ചങ്കേന്റെ ബ്രോ, നീ സംസാരിച്ചത് കേട്ട് എല്ലാരും വായ അടച്ചു പോയി. അതെ. വെൽ ഡൺ മോട്ടു. ഇനി കണ്ടോ, എല്ലാരും അവരെ ചവറ് ക്ലീൻ ചെയ്തോളും. ഡൺ 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 ഡൺ. വെൽ ഡൺ. പൊളിച്ചെടുത്തല്ലോ. എനിക്കെന്തോ ഇവിടെ ഒരു കൊടുങ്കാറ്റ് സംഭവിക്കാൻ പോകണ്ടെന്നാ തോന്നുന്നേ. ഞങ്ങൾ എല്ലാം വൃത്തിയാക്കിക്കൊള്ളാം. പക്ഷേ അതിനു മുമ്പ് ഞങ്ങൾ മോട്ടുവിനെ ശരിക്കും ഒന്ന് വൃത്തിയാക്കട്ടെ. അതെ മോട്ടു, നിനക്കെന്താ ഇത്രയ്ക്ക് ധൈര്യമുണ്ടോ? ഞങ്ങളെ പറ്റി മോശമായിട്ട് പറഞ്ഞു അവര്. മുഖം മറച്ചിട്ടിരിക്കാൻ പറഞ്ഞു. ഇപ്പൊ കാണാം ആരാണ് മുഖം മറയ്ക്കാൻ പോണത്. ആടിക്കും മോട്ടൂരെ തല്ല്. അയ്യോ വേണ്ട, ഞാനിപ്പോ എന്ത് ചെയ്തെന്ന് വെച്ചാ നിങ്ങൾ എന്നെ തല്ലാൻ വരുന്നത്? ഞാൻ ഈ നഗരം വൃത്തിയാക്കാനല്ലേ നോക്കിയുള്ളൂ. അതിനപ്പുറത്തേക്കൊന്നും ചെയ്തിട്ടില്ലല്ലോ. വേണ്ട, രക്ഷിക്കണേ. നിക്കവിടെ, മതിയാക്ക്. പൊളിച്ചെടുത്തല്ലോ. അവനെ ശരിക്കിട്ടിപ്പ പെരുമാറും. അടുത്തത് നമുക്കാണ് ഇടി പാർസൽ കിട്ടാൻ പോകുന്നത്. മതി, ഒരുപാടായി. നിങ്ങൾക്ക് ആർക്കും നാണമില്ലേ? മോട്ടു ഇത്രയും വലിയ കാര്യം അവന്റെ സ്വന്തം തോളുകളിൽ എടുത്ത് നിങ്ങളെല്ലാം നന്നാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ നിങ്ങൾ അത്രയും ഒരു നല്ല മനുഷ്യനാണോ അടിക്കുന്നത്? നിങ്ങൾ ആരും സ്വയം നിങ്ങളുടെ വീടുകളൊന്നും വൃത്തിയാക്കാറില്ലേ? നിങ്ങൾ ചെയ്യാറുണ്ടല്ലോ. പിന്നെ എന്താ നിങ്ങൾക്ക് ഈ നഗരത്തിനെ ഒന്നും സ്വച്ഛമായി വെക്കാൻ തോന്നാത്തത് ഇതുവരെ? നിങ്ങൾ എല്ലാരും പോകൂ, നിങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു പോകൂ. ഇത് ഞങ്ങളുടെ നഗരമാണ്. ഞങ്ങൾ ഇത് ഒരിക്കലും വൃത്തികേടായിട്ട് കിടക്കാൻ സമ്മതിക്കില്ല. പോയ്ക്കോ. മോട്ടു, അവിടെ നിക്കാൻ. നിക്ക്. വേണ്ട, ഇനി ഒരിക്കലും എന്നെ തല്ലരുത്. വേണ്ട പെങ്ങളെ, വേണ്ട. ഇനി വൃത്തിയാക്കുവാൻ വേണ്ടി ഞാൻ ആരോട് പറയില്ല. ആരോടും ഒരിക്കലും പറയില്ല. അല്ല മോട്ടു,
നീ ഞങ്ങളുടെ എല്ലാം കണ്ണു തുറപ്പിച്ചു. ഇപ്പോൾ ഞങ്ങളെല്ലാം എത്തിയിരിക്കുന്നത് ഈ വൃത്തിയാക്കുന്ന കാര്യത്തിൽ നിന്നെ സഹായിക്കാൻ വേണ്ടിയാ. സത്യമാണ് മോട്ടു, പറയൂ, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഞാനും എല്ലാം വൃത്തിയാക്കിക്കോളാം. അത് മാത്രമല്ല, ഈ ഫുർഫുറി നഗർ എന്റേതാണ്. ഞാനുണ്ട് മോട്ടോന്റെ കൂടെ. ആ പത്ലു, നീ കേട്ടോ ഇവര് നമ്മുടെ കൂടെ ചേർന്ന് ഈ നഗരം വൃത്തിയാക്കാൻ പോവാത്രേ. ശരിയാ മോട്ടു, കേട്ടില്ലേ മോട്ടു? ഇനി എന്തിനാ കാത്തിരിക്കുന്നത്? നമുക്ക് എല്ലാവർക്കും ഇവരുടെ കൂടെ ചേർന്ന് നല്ല ജോലികൾ ചെയ്യാൻ തുടങ്ങാം. അയ്യോ എന്റെ മോട്ടു ചേട്ടാ, അപ്പൊ എന്നെ കൂടെ ഒന്ന് ക്ഷമിച്ചേക്ക്. എന്നാ കഴിച്ചോളൂ. 3 cheers for മോട്ടു പത്ലു. മോട്ടു കി ജയ്. മോട്ടു കി ജയ്. മോട്ടു കി ജയ്. മോട്ടു കി ജയ്. Watch India's largest kids library only on Geo Hotstar. Download the app now.